ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K8 വയർലെസ് മൈക്രോഫോണിൻ്റെ റിവ്യൂ ആണ് വരാൻ പോണത്. അപ്പോൾ നമ്മുടെ വീഡിയോസിനൊക്കെ സാധാരണ ഭയങ്കര വോയിസ് കുറവാണ്. അപ്പം നമ്മൊരു വോയിസിന് നല്ലൊരു ഓഡിയോ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൊരു മൈക്രോഫോൺ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇത് എടുത്തേക്കണേ. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 278 രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു റിവ്യൂ ഒന്ന് നോക്കി നോക്കാം. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്നേക്കുന്നത് ഇതിൽ നമുക്ക് വൈഫൈയുടെ പടം കാണിക്കുന്നുണ്ട്. പിന്നെ ലൈവ് ഷോ ഉണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്, വ്ളോഗ്, ഷോർട്ട് വീഡിയോ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ എൻ്റെ സൈഡിലും അതായത് തന്നെ എഴുതിയേക്കണേ. പിന്നെ മൈക്രോഫോണിൻ്റെ പടം, പിന്നെ ബാക്ക് സൈഡിലായിട്ട് വന്നേക്കുന്നത് ഇതിൻ്റെ ഫീച്ചേഴ്സാണ് അവർ എഴുതി കാട്ടിയേക്കണത്. പ്ലഗ് ആൻഡ് പ്ലേ ആണ്. 20 മീറ്റർ വരെ നമുക്ക് റേഞ്ച് കിട്ടും. സൈസ് റേഷ്യോ ആണ്, ഫോക്കസ് ആവില്ല. ഹൈ ട്രിംബാണ്, ഹൈ സെൻസിറ്റീവ് ആണ്, പിന്നെ വൈഡ്ലി കോമ്പാക്റ്റബിൾ ആണ്. അപ്പോൾ ഇത് ചൈന ഒരു പ്രൊഡക്റ്റാണ് വരുന്നേക്കുന്നത്. ഇതാണ് എൻ്റെ ബ്രാൻഡ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്യാനായിട്ട് ഈ പെട്ടി ഇങ്ങനെ വെറുതെ തള്ളിയാൽ മതി. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മളിത് പൊട്ടിച്ചിട്ടുണ്ടായില്ല, ഫസ്റ്റ് ടൈമാണ് ഓപ്പൺ ചെയ്യണത്. അപ്പോൾ നമുക്കിതിൻ്റെ റിവ്യൂ നോക്കി നോക്കാം, ഇതെങ്ങനെയുണ്ട് എന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മൈക്രോഫോൺ വരുന്നതെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ സ്പോഞ്ച് പോലത്തെ മെറ്റീരിയൽ വരുന്നുണ്ട്, മൈക്കിലൊക്കെ വരുന്ന പോലെ. പിന്നെ ബാക്കിലൊരു ക്ലിപ്പ് വരുന്നുണ്ട് നമ്മുടെ ഡ്രസ്സും എവിടെയെങ്കിലും നിൽക്കാനായിട്ട്. പിന്നെ ടൈപ്പ് സി ആണ് ചാർജിങ് വരുന്നത്. പിന്നെ ഒരു പവർ ബട്ടൺ വരുന്നുണ്ട്. ഇത്രയുള്ള കാര്യങ്ങൾ. നമുക്ക് ദൂരാൻ പറ്റുമോ നോക്കാം. ഇത് ഊരിക്കാൻ എവിടെയാണ് മൈക്ക് വരുന്നത്. അപ്പോൾ നമുക്കിത് അതേപോലെ തന്നെ വെച്ചാൽ മതി. പിന്നെ അടുത്ത് നിന്നിട്ടൊക്കെയാണ് ബോക്സിൽ തന്നെ നോക്കാം. പിന്നെ ഒരു ടൈപ്പ് സി ഒരു ഇത് വരുന്നുണ്ട്, കാരണം ഇതിൻ്റെ റിസീവർ വരുന്നത്. അതിൽ ടൈപ്പ് സി പോർട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് മാറ്റിച്ചേക്കാം. ഇതിലാകെ അത് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഒരു ബോക്സ് വരുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം. ഈ ബോക്സ് എടുക്കണമെങ്കിൽ ഇത് എടുക്കണം എന്നാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അനങ്ങാണ്ടിരിക്കാനുള്ളൊരു സ്പോഞ്ച് പോലത്തെ മെറ്റീരിയലാണ്. പിന്നെ ഇതിൻ്റെ മാനുവൽ വരുന്നുണ്ട്, യൂസർ മാനുവൽ ഉണ്ട്, ഇതെങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്നോ ഒക്കെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇത്. ഇതിൽ സ്വിച്ച് ഓൺ ആക്കാം. പിന്നെ അതിലൊരു ഇൻഡിക്കേറ്റർ എത്തും. ഇൻഡിക്കേറ്റർ ഓൾവേസ് ഓൺ ആയിരിക്കുമ്പോഴാണ് ഇത് വർക്ക് ആവണമെന്ന് പറയണേ. അപ്പം നമുക്ക് ഇതൊന്ന് നോക്കി നോക്കാം. അതിനൊന്ന് ഇതിലൊരു മൈക്ക് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോഴാണ് ഞാൻ സ്പോട്ട് ചെയ്തത്. ഇതും മൈക്കാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. എന്തായാലും ഓണാക്കുമ്പോൾ തന്നെ നമുക്ക് റെഡും ഗ്രീനും LED ആണ് വരുന്നത്. ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഓഡിയോ ആണ്. പിന്നെ ഈ ബോക്സിൽ എന്തൊക്കെ വരുന്നുണ്ട് നമുക്ക് നോക്കാം. ബോക്സിൽ ഒരു ലൈറ്റ്നിങ് C to ലൈറ്റ്നിങ് ഒരു അഡാപ്റ്റർ വരുന്നുണ്ട്. പിന്നെ ഒരു ടൈപ്പ് സി കേബിളും വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്യാം. എന്തായാലും അത് കണക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് കണക്ട് ആയിട്ടുണ്ട്. ഇത്ര കയറുള്ളൂ. എന്നിട്ട് നമ്മുടെ ഫോണിലൊന്ന് കണക്ട് ചെയ്തേക്കാം. ഇപ്പം ഇതിൻ്റെ പച്ചയും ചോപ്പയാണ് കത്തണത്. അപ്പോൾ അത് കണക്ട് ചെയ്യുമ്പോൾ ഇത് ഗ്രീനായിട്ടുണ്ട്. ഇനി നമുക്ക് കേൾക്കാൻ പോകുന്നത് നമ്മുടെ മൈക്രോഫോണിൽ ഓഡിയോ ആണ്. അപ്പോൾ നമുക്കൊന്ന് കേട്ട് നോക്കാം.
ഹലോ 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 ഹലോ. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ് നമ്മുടെ മൈക്രോഫോൺ ഓഡിയോ? ഇതാണ് എൻ്റെ മൈക്രോഫോൺ ഓഡിയോ വരുന്നത്. ഇതാണ് നമ്മുടെ മൈക്ക് വരുന്നത്. ഇതാണ് മൈക്രോഫോൺ ഓഡിയോ. ഹലോ 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 ഹലോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ മൈക്രോഫോൺ വരുന്നത്. അപ്പം നിങ്ങൾ മാക്സിമം ചാനൽ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് സബ്സ്ക്രൈബേഴ്സും ഭയങ്കര കുറവാണ്. പിന്നെ വ്യൂസ് ഇപ്പോൾ പണ്ടത്തെ പോലെ വ്യൂസ് ഒന്നും ഇല്ല. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.